ഹായ് കൂട്ടുകാരെ, എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ചെറിയൊരു മിനി വ്ളോഗായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. രാവിലത്തെ പണികളൊക്കെ ഒതുക്കി തീർത്തതാണ്. അപ്പം അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുവാണ്. ഇനി വാതിക്കൽ തൊട്ടിയിട്ടിട്ടുണ്ട്, അതിൽ മോൻ കിടക്കുന്നത്. അപ്പം കതകൊക്കെ ഒന്ന് കുറ്റിയിട്ട് ഷീറ്റൊക്കെ കട്ടനൊക്കെ ഒന്ന് വലിച്ചു നിൽക്കുകയാണ്. ആള് നല്ല ഉറക്കം കേട്ടോ. രാവിലെ തന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ മുടിയൊക്കെ ഒന്ന് കോതിയിടുവാണ്. അപ്പോഴേക്കും വെള്ളം വന്നിരുന്നു. മുനിസിപ്പാലിറ്റിയിലെ വെള്ളം കേട്ടോ. മുടിയൊക്കെ പെട്ടെന്ന് കെട്ടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് പിടിക്കുകയാണ്. അപ്പോൾ വെള്ളം നിറയുന്ന സമയം കൊണ്ട് കുറച്ച് തുണി ടെറസിൻ്റെ മുകളിൽ കിടപ്പുണ്ട്. താഴെയും കുറച്ച് ഷർട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് മുകളിലത്തെ തുണിയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പോവാണ്. ചുമ്മാ അവിടെയൊക്കെ തണൽ കിട്ടുമ്പോൾ ഇരിക്കാനിട്ടുന്ന കസാരയാണത്. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു. തുണിയൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. സാധാരണ അമ്മയാണ് തുണിയൊക്കെ എടുത്തുകൊണ്ട് വരാറുള്ളത്. ഇപ്പോൾ തുണിയൊക്കെ എല്ലാം പെറുക്കി താഴെ കൊണ്ടുപോയി മടക്കാന്ന് വെച്ച്. മോൻ ഒറ്റയ്ക്ക് തോട്ടി കിടക്കുകയല്ലേ, അപ്പോൾ താഴെ കൊണ്ട് മടക്കാന്ന് വെച്ചു. ഈ ടാങ്കിൻ്റെ പുറത്തേക്ക് 2 ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് സാധാരണ തുണിയൊക്കെ വിരിച്ചിടാറ്. അപ്പോൾ തുണി കാറ്റ് വന്നു കഴിഞ്ഞാൽ ഷീറ്റൊക്കെ പറന്ന് താഴെ പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് താത്ത് വീണ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ടെറസിൻ്റെ മുകളിലുള്ള വശങ്ങളാണ്. ഇതൊരു റംബൂട്ടാൻ്റെ മരം കേട്ടോ. അപ്പോൾ അത് നിറയെ കാ പിടിച്ചിട്ടുണ്ട്. കുറച്ച് മഴയൊക്കെ പെയ്തപ്പോൾ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇതൊരു മാവാണ് കേട്ടോ. മാവ് നിറയെ ആദ്യമായിട്ടാണ് മാവിൽ നിന്ന് പൂവൊക്കെ പിടിച്ച് കായുണ്ടായത്. അപ്പോൾ ആദ്യം ഉണ്ടായ മാങ്ങയാണ്. അത് പ്ലാസ്റ്റിക് കവറിട്ട് വെച്ചിരിക്കുക. ഇത് നമ്മൾ കയറി വരുന്നിടത്തൊരു മുല്ലപ്പന്തലുണ്ട്, അത് നിറയെ മുട്ടായിട്ടുണ്ട്. ഇത് പിന്നെ ഒരു താമര കേട്ടോ. ട്യൂബർ നട്ട് വെച്ചതും വിത്തിട്ട് കിളിപ്പിച്ചതാണ്. ഇത് ട്യൂബർ നട്ട് വെച്ചതാണ്. അപ്പോൾ ബാക്കി തുണിയെല്ലാം എടുത്തുകൊണ്ട് ഞാൻ താഴേക്ക് ഉറങ്ങുവാണ്. ഒഴിക്കും വെള്ളമൊക്കെ നിറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് ചെടിയും കൂടെ അങ്ങ് നനച്ചേക്കാമെന്ന് വിചാരിച്ചു. ചെടിയെല്ലാം അങ്ങ് നനയ്ക്കുക കേട്ടോ. സാധാരണ ചെടിയെല്ലാം നനയ്ക്കുന്നത് അമ്മയാട്ടോ. അമ്മ ഇവിടെ ഇല്ല, ഏട്ടായിയുടെ അമ്മയാണ്. അമ്മ ഇവിടെ ഇല്ല. അമ്മയ്ക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയേക്കുവാണ്. ഇപ്പോൾ കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞു. ഇത് മുനിസിപ്പാലിറ്റിയുടെ വെള്ളമാണ്. ഞങ്ങൾക്ക് കിണറൊന്നുമില്ല, ടൗൺ ആയതുകൊണ്ട് പൈപ്പ് വെള്ളമേ ഉള്ളൂ. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഇല്ല, ബാക്കി എല്ലാ ദിവസവും വെള്ളമുണ്ട്. അപ്പോൾ ഞങ്ങൾ വെള്ളം വരുമ്പം 3 ടാങ്കിലോട്ട് പിടിച്ചിടും, മുകളിൽ ടെറസിൻ്റെ മുകളിൽ. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളിലെല്ലാം നിറച്ചിടും. പിന്നെ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നനച്ചിടും. മഴയുണ്ടെങ്കിൽ സാധാരണ ചെടിയൊന്നും നനയ്ക്കാറില്ല. അപ്പോൾ എപ്പം നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. രാവിലെ വന്നിട്ട് നിന്നാണ്, പിന്നെ വന്ന വെള്ളം അന്നേരം അതെല്ലാം അങ്ങ് ചെടിയൊക്കെ നനച്ചേക്കാന്ന് വെച്ച്. വേനൽക്കാലം ആകുമ്പം ഇച്ചിരി പിശുക്കി വെള്ളം വരത്തുള്ളൂ. എന്നാലും വെള്ളം കാണും. ചിലപ്പോൾ ഒരു ദിവസം കാണുകയല്ല, എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ. ഒരുപാട് ചെടിയുണ്ട് കേട്ടോ. അപ്പം വെള്ളമെല്ലാം നനച്ച് ചെടിയെല്ലാം നനച്ച് കഴിഞ്ഞ് ഹൗസൊക്കെ മടക്കി വെച്ച് ഒരു ബട്ടർഫ്ലൈയുടെ ചെടി കേട്ടോ, അതെല്ലാം ഒന്ന് നനച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അകത്തോട്ട് കയറിയപ്പോൾ മോൻ എഴുന്നേറ്റു. മൂത്ത ആളില്ല കേട്ടോ, ആൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പം ആൾ എഴുന്നേറ്റ് കിടക്കുകയാണ്. ഉറക്കം അങ്ങോട്ട് പോയില്ല. പിന്നെ ഞാൻ തൊട്ടിയിൽ നിന്നെടുത്ത് കട്ടിലിൽ കൊണ്ട് കിടത്തിയേ. കട്ടിലിൽ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ബാക്കി തുണിയൊക്കെ ഉണ്ടാകും, ടെറസിൻ്റെ മുകളിൽ എടുത്തുകൊണ്ട് വന്നതെല്ലാം മടക്കി ഒതുക്കുകയാണ്. അവനിനി എപ്പോൾ എഴുന്നേക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനു മുമ്പെല്ലാം ഒന്ന് മടക്കി ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അവൻ എഴുന്നേറ്റു എന്ന് പോയി നോക്കുന്നുണ്ട്. അവൻ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ 2 തുണിയുണ്ട്, അതൊക്കെ ഒന്ന് തേച്ച് വെക്കാമെന്ന് വിചാരിച്ച് തേക്കാൻ പോവാണേ. തേക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ എഴുന്നേറ്റു. പിന്നെ ഞാൻ അയൺ ബോക്സ് ഓഫ് ചെയ്തിട്ട് ഓടിപ്പോവാണേ. എഴുന്നേറ്റ് കരയുക. പിന്നെ വീണ്ടും കിടത്തി ഉറക്കി ബാക്കി തുണിയെല്ലാം തേച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും തരണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ.